ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. സത്യം പറയാലോ, വഴുതനങ്ങയ്ക്ക് ഇത്രയും രുചിയായിട്ട് ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അറിഞ്ഞത്. ഞാനൊരു യൂട്യൂബ് ചാനലിലെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അടിപൊളിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്കൊരു പറച്ചോറുണ്ണാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള വഴുതനങ്ങ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഒപ്പം തന്നെ വിട്ടുകൊടുക്കേണ്ടത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ച ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ വഴുതനങ്ങയായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഓരോ വഴുതനങ്ങയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 സൈഡും ഒരേപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്ത ശേഷം 2 സൈഡും കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡും കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയാണ്. ചട്ടിയിലേക്ക് ഒരു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച ശേഷം ഒരു 6 വെളുത്തുള്ളി അതിലേക്കിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉണക്കമുളകാണ്. അപ്പോൾ ഒരു 5 ഉണക്കമുളക് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഉണക്കമുളകും ചൂടാക്കിയെടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കൂടിയാണ്. സവാള നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സവാള നമുക്ക് ഒരു ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മൊരിച്ച് വെച്ച് നമ്മുടെ വെളുത്തുള്ളിയും ഉണക്കമുളകും നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ വഴുതനങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സവാളയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലോണം ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ കാര്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു പറച്ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.